നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളോട് നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, നമുക്ക് ലഭിച്ചിട്ടുള്ള സ്വാതന്ത്ര്യം ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുമോ അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ. അപ്പോൾ ഞാൻ കയറി ചെന്നിട്ട് ഓഫീസിൽ പോയിട്ട് നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല. ഏത് ഇതിലും സീനിയർ പൗരൻ, അത് മുതിർന്ന പൗരന്മാർക്ക് മുൻഗണന ഉണ്ട്. അപ്പോൾ അവരൊക്കെ വിളിച്ചിട്ട് ക്യൂ കാരണം നിർത്തിച്ച് എന്താ പോയി പറഞ്ഞിട്ട് പാവം തന്നാണ് ഈ വയസ്സായ ആൾക്കാരൊക്കെ താഴ്ത്തി. അത് ശരിയല്ല. ഞാൻ പറഞ്ഞപ്പോൾ ആ കുട്ടികളെ മുകളിലേക്ക് എടുത്തു. ഹ്യൂമൻ ടിവിയിലേക്ക് സ്വാഗതം. വാർത്ത വായിക്കുന്നത് ഹാജറ സഹറവി. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി മനുഷ്യാവകാശ പ്രവർത്തകർ ദേശീയ പതാക ഉയർത്തി. തൃശൂർ പുതുക്കാട് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി പുതുക്കാട് സെന്ററിൽ മനുഷ്യാവകാശ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ദേശീയ പതാക ഉയർത്തി. ജോൺസൺ പുല്ലത്തി ദേശീയ പതാക ഉയർത്തിയ ചടങ്ങിൽ അനിത സന്തോഷ്, എ യൂസഫ് മാഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ദേശീയ ഗാനം ആലപിച്ചു. തുടർന്ന് നടന്ന സമ്മേളനത്തിൽ സാധാരണക്കാരുടെ അവകാശങ്ങളും നീതി നിഷേധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചർച്ചയായി. ഭരണം മാറിയാലും ഉദ്യോഗസ്ഥ സംവിധാനത്തിലും പോലീസിലും ആവശ്യമായ മാറ്റങ്ങൾ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ സാധാരണക്കാർക്ക് സർക്കാർ ഓഫീസുകളിലും പോലീസ് സ്റ്റേഷനുകളിലും അർഹമായ നീതി നിഷേധിക്കപ്പെടുന്ന സാഹചര്യം നിലനിൽക്കുന്നതായി സമ്മേളനം ചൂണ്ടിക്കാട്ടി. സാധാരണക്കാർക്ക് പോലീസ് സ്റ്റേഷനുകളിലും സർക്കാർ ഓഫീസുകളിലും അർഹമായ സ്വാതന്ത്ര്യവും നീതിയും ലഭിക്കാത്തതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നായി സർവീസ് സംഘടനകളുടെ ജനവിരുദ്ധവും നിയമവിരുദ്ധവുമായ ഇടപെടലുകളെയും ഉദ്യോഗസ്ഥ സംവിധാനത്തിലുള്ള അവയുടെ അമിത സ്വാധീനത്തെയും കാണേണ്ടതുണ്ടെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ ജോൺസൺ പുല്ലത്തി പറഞ്ഞു. സർക്കാരുകൾ എടുക്കുന്ന തീരുമാനങ്ങളെ അവഗണിക്കുന്ന തരത്തിലുള്ള ചില ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളും സാധാരണക്കാർ നേരിടുന്ന നിയമലംഘനങ്ങൾക്കും നീതി നിഷേധങ്ങൾക്കും അവകാശ സംബന്ധനകൾക്കും കാരണമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തുടർന്ന് അനിത സന്തോഷ്, എ യൂസഫ് മാഷ്, ബൈജു കൊരേച്ചാൽ, അബ്ദുൽ സലാം പുതിയങ്കാവ്, ഷൺമുഖൻ മായനൂർ, അബൂബക്കർ, ബാബു ടി എ, നൌഷാദ് കൊല്ലം, അബ്ദുൽ സലാം, സുധീർ പട്ടാമ്പി, ഹസീന എച്ച്, ഫാത്തിമ കെ എം, സുധീഷ് വി പി എന്നിവർ സംസാരിച്ചു. ബിനു തിരുത്തിൽ സ്വാഗതവും കെ എ ബെന്നി നന്ദിയും പറഞ്ഞു. സ്വാഗത സംഘം രൂപീകരിച്ചു. തുടർന്ന് പുതുക്കാട് HRPM അഡ്മിൻ ഓഫീസിൽ നടന്ന സംഘടനാ യോഗത്തിൽ ഒക്ടോബർ 4 നടക്കുന്ന സംഘടനാ സമ്മേളനത്തിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി സ്വാഗത സംഘം രൂപീകരിച്ചു. സമ്മേളനത്തിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും വിവിധ കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനുമുള്ള തീരുമാനങ്ങളും യോഗത്തിൽ കൈക്കൊണ്ടു. അടുത്തൊരു വാർത്തയുമായി ഹ്യൂമൻ TV നിങ്ങളിലേക്ക്. നന്ദി, നമസ്കാരം.